ഇപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയുമായി മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഇതാണ് ഗൈസ്. ഇതിപ്പോൾ ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ക്യാമറ റെക്കോർഡർ ഓണാക്കാതെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ റെക്കോർഡർ ഓണാക്കാൻ അത് കാരണം എൻ്റെ കയ്യിൽ ഒരു അയണും കിട്ടി. ആ ഒറ്റ ഒരു അയൺ വെച്ച് ഞാൻ ഇതും ഉണ്ടാക്കി. അത് കാരണം എനിക്ക് ആദ്യം ഒരു അയൺ കിട്ടി. ആ അയൺ കിട്ടിയെടുത്ത് കുഴിച്ച് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടി. ഏക്കെങ്കിലും അയൺ വേണമായിരുന്നു, തിരിയില്ലായിരുന്നു. ഇനി മണ്ടയിലുള്ളത് അല്ലതായിരിക്കണം. അതൊക്കെയായാലും ഞാൻ ബെഡ് വരെ ഉണ്ടാക്കി മണ്ടേ റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയിട്ടാണ് വന്നേക്കുന്നത്. അമ്മാതിരി പൊളിച്ചടുക്കി കളി ഞാൻ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ക്യാമറ എനിക്ക് ക്യാമറ ആയിട്ടല്ല ഗൈസ്, ഞാനൊരു കുട്ടി ഫോണിലായിരിക്കുന്നത്. എനിക്കിനി നിങ്ങൾ ഓരോരുത്തരുടെ സബ്സ്ക്രൈബിൻ്റെ ഇത് വെച്ച് വേണം എനിക്കൊരു ക്യാമറ സെറ്റാക്കണമെങ്കിൽ. ഞാൻ സെറ്റാക്കും ഗൈസ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ കുറേ പേര് ഗെയിം തെറാപ്പിസ്റ്റിനും ബാക്കിയുള്ള ഗെയിമേഴ്സിനും കൊടുക്കുന്ന പോലെ എനിക്ക് ചെറിയൊരു സപ്പോർട്ട് തന്നാൽ മതി. എൻ്റെ നാലിലൊന്നും വേണ്ട, ആ സപ്പോർട്ട് മതി. ഏതെങ്കിലും കളി ബാക്കി പെട്ടെന്ന് നോക്കി പയം കിടക്കുന്ന പോലെ ഹാർട്ടൊന്ന് ഇടിച്ചു പോയി. എൻ്റെ കയ്യിൽ ഇല്ലാത്ത അയണല്ല അതൊക്കെയാലും. തക്കാളി ഇതിത്ര മതി. ഇനി ചുമ്മാ എന്തിനാ കുറേ ലാമ്പ് ഉണ്ടാക്കുന്നത്? വഴി തെറ്റരുതല്ലോ. പോകുന്ന വഴിയെല്ലാം ടോർച്ച് കുത്തി വെക്കണം. ഇഷ്ടം കയ്യിലും അയണെടുക്കാം. ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിടുമ്പം നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരണ്ടേ? ഗൈസ്, ഭയങ്കര വലിയൊരു മഴ ഞങ്ങളുടെ ഇവിടെ ഇപ്പം പെയ്യും. അമ്മായി സൗണ്ട് കയറി വരിക. ഞങ്ങൾക്ക് കേൾക്കാമെന്നറിയത്തില്ല. നിങ്ങൾ ആരൊക്കെ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഫാനെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ബാത്തിനെ കൊന്നാലൊന്നും കിട്ടത്തില്ലേ? ശേ, പ്രതീക്ഷിച്ച് കൊന്നതാ. ഇഷ്ടം പോലെ അയൺ. ഇന്ന് ഞാനൊരു അയൺ ആർമറൊക്കെ ഉണ്ടാക്കും. ഗെയ്സ്, ഞാൻ പണ്ടത്തെ വീഡിയോ കുറേ എൻ്റെ ഗെയിമിങ് വീഡിയോസ് ഇട്ടായിരുന്നു. അതിനെനിക്ക് ഒട്ടും റീച്ച് ഒന്നും ആരും തന്നില്ല. ഈ വീഡിയോയ്ക്ക് എല്ലാവരും റീച്ച് തരണം. ഞാൻ വന്ന വഴിയൊക്കെ ഇഷ്ടം പോലെ അയൺ കണ്ടായിരുന്നല്ലോ. കിടക്കുന്ന കുറച്ച് ഞാനിപ്പോൾ തീർന്നിട്ട് ഇറങ്ങി ഓടിയാനെ. എന്നാണെന്ന് അറിയത്തില്ല, ഈ ഇടയായിട്ട് എനിക്ക് ഇച്ചിരി ഭാഗ്യം കൂടുതലാണ്. ഞാൻ ഇതിനു മുമ്പ് ചുമ്മാ കളിച്ചുകൊണ്ടിരുന്നപ്പം
അടിയിലേക്കൊന്ന് കുഴി കുത്തി നോക്കിയതാ, ഡയമണ്ട് കിട്ടി എനിക്ക്. പിന്നെ എന്നായാലും നോർമൽ സാധാ. ഞാൻ ആ ഡയമണ്ട് എടുത്തു. അയ്യോ അയ്യോ അയ്യോ, ഇപ്പോൾ പെട്ടു അതിനെ. അടിയിലേക്ക് അടിയിലേക്ക് അടിയിലേക്ക്. എടാ ഗോൾഡ്. അയൺ പിക്കാക്സ് എങ്കിലും വേണ്ടേ? ഞാൻ ഫർണസും കൊണ്ടാണല്ലോ വന്നേ. എനിക്ക് തോന്നിയായിരുന്നു ഗോൾഡും എല്ലാം കാണുകയാണെങ്കിലോ എന്ന്. ഞാൻ ആ സമയം കൊണ്ട് ഈ ഒരു പരിസരത്തോളം അയണെ ഫുള്ള് മുട്ടയടിക്കട്ടെ. ക്രീപ്പറൊക്കെ ഇപ്പോൾ വരുവാണെങ്കിൽ ഗായ്സ് സത്യമായിട്ടും കണ്ടം വഴി ഇറങ്ങി ഓടും ഞാൻ. സ്കെലട്ടൻ വരുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഷീൽഡുണ്ടല്ലോ അതിൽ. സോംബിയും കുഴപ്പമില്ല. എൻഡർമാനാണെങ്കിലും ഞാൻ ചമ്മും. ഇമ്മാരൊക്കെ അന്യായ പിടുത്തമാണ് പിടിക്കുന്നത്. ഏക്കാലോ ആദ്യം ഞാൻ ഇതോ വീഡിയോ എടുക്കാൻ നേരം ഇത് ഓണാക്കാതെ ചെയ്തപ്പോൾ എൻ്റെ പൊന്നു ഗായ്സ് ഇപ്പോൾ വടിയായനെ. ഈ സാധനം എല്ലാം പൊളിഞ്ഞെൻ്റെ തലയിലേക്ക്. ചാവടാ. ഇപ്പം ഇങ്ങനെ ഇത്ര വലിയ കോളുമഴയോ? ഇവിടുത്തെ കോള് ഞാൻ പൊട്ടിച്ചെടുത്തു. ഇനി ഈ കോളുമഴ 13ാമത്തെ കോളായത്. ഗായ്സ് ഇത് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന കാരണം ഓക്കെ ഇവിടുന്ന് ചെറിയ എൻ്റെ അച്ഛൻ TV പുറത്തിരുന്ന് കാണുന്നുണ്ട്, അതിൻ്റെ സൗണ്ടും അല്ലാത്ത ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ കാണും. എന്നാൽ നിങ്ങൾ വലിയ കാര്യമാക്കല്ലേ. ഞാനൊക്കെ പാവപ്പെട്ട എഡിറ്ററും ഒന്നുമല്ല. ഞാനൊരു വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അധികം നാളുമില്ല. ഞാൻ പ്രൊഫഷണൽ അല്ല ഗൈസ്. അയ്യോ എൻ്റെ ഡെഫിഷ്യൻസി. ഗൈസ് ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ടല്ലേ 11 ഓൾറെഡി ആയോ? എന്നാൽ ഇതും കൂടി ആക്കിയത്. ഇനി മൈനിങ് ടേബിൾ. ഒരു സ്വാഡും കൂടെ ഉണ്ടാക്കട്ടെ. എന്നിട്ട് ഗോൾഡ് പോയി കുത്തിയെടുക്കട്ടെ. എന്തൊരിതാണ്. ഓക്കെ കിട്ടി. ഗായ്സ് ഗോൾഡ് കിട്ടിയില്ല. ഗായ്സ് ഗോൾഡ് കിട്ടുന്നില്ല എനിക്ക്. അയ്യോ എന്തോരം ഗോൾഡാണ് ഞാൻ വേസ്റ്റ് ആക്കിയത്. ഗോൾഡ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ കുഴിച്ചുകൊണ്ടിരുന്നത് എന്നെ പിക്കാക്സ് വെച്ചാന്ന് കണ്ടോ ഗൈസ്. തൽക്കാലം അയൺ വെച്ച് തൃപ്തിപ്പെടാം. ഇഷ്ടം പോലെ അയൺ മഴ. അയൺ ഡെഫിഷ്യൻസി കുറവുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. അതിനൊരു പേടിച്ചു പോലോടോ. എന്നാലും ഗോൾഡ് പോയത് ഇഷ്ടം അങ്ങോട്ട് പോയി. ഇവക്കൊക്കെ എന്നോട് പറയായിരുന്നു
അതിനെ കാണിച്ച കഷ്ടമായിപ്പോയി. അങ്ങോട്ട് പോയി നോക്കാം. ഡയമണ്ട് കിട്ടുവാണെങ്കിൽ മോനെ ഞാൻ ഇറങ്ങി ഓടും. പോടാ പോടാ പോടാ. ഇവിടെ ഗോൾഡൊന്നും കാണത്തില്ല. ബട്ട് സ്കെലട്ടൻ ഉണ്ടല്ലോ. പോകുന്ന വഴി ഒരു പട്ടീനെ കണ്ട സ്കെലട്ടൻ്റെ സ്കെല്ല് വെച്ച് നമുക്ക് കൊല്ലാം. ഇപ്പം നിലവിൽ ഞാൻ ചത്താലും എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഞാനിവിടെ തൊട്ട് മണ്ടയിൽ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അത്ര പ്രോ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അപ്പം അടിയിലാണ് നമ്മൾ ആ സൗണ്ടൊക്കെ കേട്ടെ. എനിക്കിപ്പോൾ അയൺ ആവശ്യത്തിലധികം ഉണ്ടാക്കിയാലും എത്ര അയണുണ്ട്? 20. കോളുവാണെങ്കിൽ പോകുന്ന വഴിയൊക്കെ ഉണ്ട്. ഞാൻ എടുക്കാതെ പിന്നെ കണ്ടോ ഒരു കോളി ഇറക്കുന്ന. സോമ്പയുടെ ഫുഡ് പച്ചയ്ക്ക് എന്നാൽ വിശപ്പ് മാറുമോ? എന്നാ കൊള്ളാലോ. ഏതൊക്കെ സോമ്പിനൊക്കെ ഒന്ന് തിന്നാം. ഗൈസ്, പിന്നെ ശ്രീഹരി രമേശ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചാനലുണ്ട്. അവന് 399 സബ്സ്ക്രൈബേഴ്സ്. അവനൊന്നോ സബ്സ്ക്രൈബേഴ്സും കൂടെ ഉണ്ടെങ്കിൽ അവന് 100 സബ്സ്ക്രൈബർ അടിക്കാം. ഗൈസ്, അവനെ ഒന്ന് സഹായിക്കണം. എല്ലാവരും പോയി അവനെയും കൂടി ഒന്ന് സബടിക്കണം ഗൈസ്. പാവം ചെറുക്കന, സ്കൂളിലെ പഠിപ്പിയല്ല. പഠിപ്പില്ലെന്ന് വെച്ചാൽ അന്യായ പഠിപ്പിച്ചവൻ. അവൻ്റെ അത്രയും പഠിക്കുന്ന ആരുമില്ല. പക്ഷേ ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ അവൻ എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പഠിക്കാതിരുന്നിട്ടായിരിക്കും ഇടുന്നതെന്നെങ്കിലും വിചാരിക്കാം. ഈ ഇടയ്ക്ക് പുതിയതായിട്ട് എന്തോ ഒരു സാധനം ഇറങ്ങിയെന്നൊക്കെ ഞാൻ ഈ കുറേ പേരുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കി. ഹൈപ്പാ എന്തോ. അതും കൂടി എല്ലാവരും കൂടി ഒന്ന് ചെയ്താൽ കൊള്ളാം. കുറച്ച് കോൾ എടുത്തേക്കാം. ആവശ്യത്തിലധികം കോൾ. ഓഹോ, ആദ്യമായിട്ട് ഇത്ര അയണും കോളൊക്കെ എനിക്ക് കിട്ടുന്നത്. എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ. ലൈവ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഗായ്സ്. എപ്പോൾ ഇട്ടെന്ന് ചോദിച്ചാൽ മതി. നീ സ്കൂൾ എൻ്റെ കയ്യിൽ എത്ര എണ്ണമുണ്ട്? 23 ഉള്ളൂ. വിഷയമില്ല, കോൾ ഇഷ്ടം പോലെ കൊടുത്തെടുക്കാം. തൽക്കാലം ഈ ഭാഗത്തുനിന്ന് ഇത്രയും കോൾ മതി. പോകുന്ന വഴി എനിക്കിതെല്ലാം പൊട്ടിച്ചെടുക്കണം. ലാമ്പേ, ഞാൻ ഇനി ഇവിടുത്തെ കാര്യമാണുള്ളൂ. അതിന് 24 സെറ്റ് കോളും എടുത്ത്. അയ്യോ, ഇപ്പോൾ പോകുന്ന വഴി ചാവണം. വവുവായിട്ട് ഞാൻ കരയും. ഗൈസ്, ഞാൻ വലിയ PC യിലൊന്നും അല്ല കേട്ടോ കളിക്കുന്നത്. അതിൻ്റെ ആ വിഷയമൊക്കെയാണ്. ഞാൻ PC യിലല്ല കളിക്കുന്നത്. ഞാൻ നോർമൽ ഒരു സാംസങ് ഗാലക്സി ഫോണിലാണ് കളിക്കുന്നത്.
അത് കാരണം അതിൻ്റെ ആയിട്ടുള്ള കുറ്റവും കുറവൊക്കെ കാണും. ആരും അതൊന്നും എടുത്ത് റിപ്പോർട്ടൊന്നും ചെയ്തേക്കല്ലേ, ഞാൻ പാവല്ലേ. ഞാൻ ഈ യൂട്യൂബ് ഗെയിമിങ് തുടക്കാനുള്ള ഇൻസ്പിറേഷൻ എൻ്റെ ഗെയിം തെറാപ്പിസ്റ്റ്, ഇൻസ്പിറേഷൻ ബൈ ഗെയിം തെറാപ്പിസ്റ്റ്. വീട് പണിയാനൊന്നും ആർക്കെങ്കിലും ആഗ്രഹമില്ല. അവനെ കഷ്ടപ്പെട്ട് കൊല്ലണ്ട ഗൈസ്. കൊന്നേ, ഇത്ര ഉള്ളൂ ഈ സ്കെലട്ടനെ കൊല്ലുന്ന കാര്യം. കഴിവില്ലല്ലോ സ്കെലട്ടന്. പോണ്ട വഴി ഇതാണ് ഗൈസ്. നീ പോകുന്ന വഴി ആയിരുന്നുണ്ടല്ലോ. ഞാൻ എല്ലാ ആയണൊന്നും പൊട്ടിച്ചിട്ടില്ല. ഞാൻ പോവാത്ത വഴിയുണ്ട് കേട്ടോ. ആ വഴി കൂടെ കയറിട്ട് പോവാം. വല്ല ഗോൾഡോ ഡയമണ്ടോ ഉണ്ടെങ്കിലോ. ഒരു ഡയമണ്ടോ ഗോൾഡോ ഇല്ലാതെ ഇതിനെ പെൻഷൻ പറ്റിക്കുന്ന പരിപാടിയൊന്നും ഈ കേരളത്തിലുള്ളവർക്കും ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആരും വളർന്നിട്ടില്ല. ഏതൊക്കെയായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ.